അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെ പോകണം എന്ന് ചിന്തിച്ചപ്പോൾ പൊന്മുടി പോകാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെ വേണ്ടാന്ന് വെച്ചു. നമ്മളിന്ന് എവിടെ പോവാ? നിറ്റ് എന്താണ് പറയാൻ പോകുന്നത്? അത് കഴിഞ്ഞപ്പോൾ അനീറ്റിക്കൊരാഗ്രഹമായി മാർത്താണ്ഡം ദൈവസഹായം പിള്ളേരുടെ അടുത്ത് പോകണം, അവിടെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ആ കേട്ടറിവ് വെച്ച് ഞങ്ങൾ പോയി വഴിയിൽ ഞങ്ങൾ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിച്ച് അവിടേക്ക് കുറച്ച് വഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ദൈവസഹായം പിള്ളയുടെ വീടും പിന്നെ അവിടുത്തെ പള്ളിയും എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. മെയിൻ കാര്യം വന്നത് ശരിക്കും കാണേണ്ടത് അരുൾവായ്മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവസഹായം പിള്ളയുടെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ശരിക്കും നല്ല കാണാനൊക്കെ ഉള്ളത്, പ്രാർത്ഥിക്കാനും. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പാറ എവിടെ പോയി കുഞ്ഞമ്മച്ചി? കുഞ്ഞമ്മച്ചി എന്ത് വിചാരിച്ചിട്ടാണ് വന്നത് പള്ളിയിലോട്ട്? എങ്ങനെ ഉണ്ടായി കാണാൻ പള്ളിയും? കുഞ്ഞമ്മച്ചി പറഞ്ഞത് നമുക്ക് കുറെ സ്ഥലങ്ങൾ ഉണ്ടെന്നാണ്. കുഞ്ഞമ്മച്ചി എന്തൊക്കെ കണ്ടു അവിടെ? ചിരിക്കരുത്. കാരണം നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് പോയത്. അജിഷിതനെ കാണാനാണ് പോയത്. പക്ഷെ നമ്മൾ ഒരാളുടെ വർത്താനം കേട്ട് പാറയും കാര്യങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പ്രാർത്ഥിച്ചു വന്നു. എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പ്രാർത്ഥിച്ചു വന്ന് എല്ലാം നടക്കട്ടെ. അതന്നെ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മ തൃപ്തിയായില്ലേ? അപ്പോഴും നമുക്ക് പാറ എവിടെയാണെന്നാണ് ഡൗട്ട് ഗൈസ്. ദേവസഹായം പിള്ള ആ ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ദേവസഹായം പിള്ള രക്തസാക്ഷി, ഹിന്ദു കൺവെർട്ടഡ് ടു ക്രിസ്ത്യൻ. ഞങ്ങൾക്ക് അത് അറിയണ്ടായിരുന്നില്ല. മോള് ഓഫീസിൽ പോയി വന്നപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്, അതാണ് അവിടെയാണ് കാണേണ്ടതുള്ളതെന്ന്. എന്തായാലും ജനിച്ച അവിടുത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പോകുന്നു.
അവിടെ നിന്ന് ഇറങ്ങി മാർത്താണ്ഡത്തിൽ നിന്ന് തിരിച്ചു പോന്നു വിഴിഞ്ഞം പോർട്ട് ഒക്കെ കാണാമെന്ന് വെച്ചാൽ അവിടെ ചെന്നു. അങ്ങനെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ കുറേ ബോട്ടുകളും എല്ലാമായി കണ്ടു. മീനൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പോരണ കാരണം മേടിച്ചിട്ട് പിന്നെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ പിന്നെ മേടിച്ചൊന്നുമില്ല. വിഴിഞ്ഞത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കോവളത്തേക്ക് വിട്ടു. നേരെ കോവളം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ 8ൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയതിൻ്റെ ഓർമ്മകളൊക്കെ വന്നു. കോവളത്ത് പോയി അവിടെ ഞങ്ങൾ എല്ലാം കണ്ടു. വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ മക്കൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് സംസം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കഴിച്ചു. അവിടെല്ലാം കഴിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി അവരെപ്പോഴും പോണ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലേക്ക് പോയി. അവിടെ കുറേ നേരം ചിലവഴിച്ചു. അവിടെ നിന്ന് എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ കുറച്ച് രാത്രിയൊക്കെ കിടന്ന് നടന്നു. പിള്ളേർ ഇപ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് കണ്ടു, അവിടെയൊക്കെ നടന്നു. വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങി. കാലത്ത് എണീറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ 3 ആളും കൂടി ഊബറിൽ സെൻട്രലിൽ വന്ന് അവിടെ നിന്ന് ട്രെയിൻ ഞങ്ങൾ തിരിച്ചു പോന്നു. 3 ആളും, മക്കൾ പോകുന്നില്ല, ഞങ്ങൾ 3 ആളും പോന്നു. അങ്ങനെ തിരുവനന്തപുരം യാത്ര കഴിഞ്ഞു. ഇനി ഒരു ട്രിപ്പ് പോകണം.